കഴിഞ്ഞ UPSC പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടൊരു ചോദ്യമാണ് ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. അത് നമ്മൾ പാർട്ട് 1 LPSC റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ അത് പോയി കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ജെറോം എസ് ബ്രൂണറിനാണ്. UPSC പരീക്ഷയ്ക്ക് പിയാഷെ വന്നു പോയിട്ടുണ്ടെങ്കിൽ LPSC പരീക്ഷയ്ക്ക് ബ്രൂണറിന്റെ ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ടുപേരും അത്രമാത്രം പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളാണ്. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷന് അത്രമാത്രം പ്രാധാന്യം ഇന്ത്യയിൽ നൽകുന്ന വ്യക്തി കൂടിയാണ് ജെറോം എസ് ബ്രൂണർ. അദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അമേരിക്കക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തിയറിക്ക് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയിൽ അത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടില്ല. പക്ഷെ ഇന്ത്യൻ സൊസൈറ്റി അത്രമാത്രം പ്രാധാന്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മുഖവരിയെന്ന് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എടുത്താണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. LPSC പരീക്ഷയ്ക്ക്, LDC അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെയുള്ള ഫ്രീ കണ്ടന്റുമായിട്ട് എത്തുന്ന ഒരു ചാനലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബ്രൂണറിന്റെ വികസന ഘട്ടങ്ങളെ പ്രായവുമായി ബന്ധപ്പെടുത്തുന്നില്ല. നമ്മൾ ജീൻ പിയാഷെയുടെ ഒരു തിയറിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. LPSC റിവിഷൻ ചലഞ്ച് പാർട്ട് 1 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നമ്മൾ കണ്ടു ജീൻ പിയാഷെ കുട്ടികളുടെ വികസന ഘട്ടത്തെ, വൈജ്ഞാനിക വികസന ഘട്ടത്തെ ഏജ് വെച്ച് ഡിഫറൻറ്റ് ചെയ്താണ് അദ്ദേഹം മുന്നോട്ട് പോയത്. 0 മുതൽ 2 വയസ്സ് വരെ ആ രീതിയിലാണ് മുന്നോട്ട് പോയത്. എന്നാൽ ബ്രൂണർ എന്ത് പറയുന്നില്ല? പ്രായവുമായി ബന്ധപ്പെടുത്തുന്നില്ല. വികസന ഘട്ടങ്ങളെ എന്തുമായി ബന്ധപ്പെടുത്തുന്നില്ല? ഏജുമായി ബന്ധപ്പെടുത്തുന്നില്ല. മറിച്ച് ആശയങ്ങൾ രൂപവൽക്കരിക്കാനും അതിലൂടെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കിയാണ് ഈ ഘട്ടങ്ങളെ വിവരിച്ചിരിക്കുന്നത്. എന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? ആശയങ്ങൾ രൂപവൽക്കരിക്കാനും വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കുവാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ, എക്സ്പീരിമെന്റ്സ്, സ്വഭാവത്തെ ഒക്കെ തന്നെ ആധാരമാക്കുന്നുണ്ട്. ഒരു വൈജ്ഞാനിക വികാസത്തിൽ ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുന്നു, ഇങ്ങനെ തിയറിറ്റിക്കൽ ആയിട്ടൊന്നും തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കൊച്ചു കുട്ടിയെ എടുക്കുന്നു, 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സായ കുട്ടിയെ എടുക്കുന്നു. ആ കുട്ടി ആദ്യമായിട്ട് ഒരു കാര്യം കാണുന്നു, ഒരു പാവയെ കാണുന്നു, അല്ലെങ്കിൽ ഒരു ബസ്സിനെ കാണുന്നു. അവൻ ആദ്യമായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ 1 വയസ്സിൽ കാണുന്ന കുട്ടി അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അത് കഴിഞ്ഞിട്ട് 3 വയസ്സാകുമ്പോൾ ആ കുട്ടി അതിനെ 3 വയസ്സാകുമ്പോഴാണ് ആ കുട്ടി ആദ്യമായിട്ട് ഒരു ബസ് കാണുന്നതെങ്കിൽ അതിനെ അവൻ അനാലിസിസ് ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഇത് തന്നെയാണ് ആര് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ബ്രൂണർ പറഞ്ഞത്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ആശയ സമ്പാദന മാതൃക, അതുപോലെ തന്നെ കണ്ടെത്തൽ പഠനം. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ ക്ലാസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് രണ്ടും നമ്മൾ പഠിക്കും. അതായത് ആശയ സമ്പാദന മാതൃക എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്, സംഭാവനയാണ് എന്ന് PSC പരീക്ഷയ്ക്ക് ചോദിക്കാം. ബ്രൂണറിന്റെ സംഭാവനയാണ്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നറിയപ്പെടുന്നു. ഡിസ്കവറി ലേണിംഗ്, കുട്ടി എന്ത് ചെയ്യുന്നു? കണ്ടെത്തൽ പഠനത്തിലൂടെ ഒരു കാര്യം പഠിക്കുക. ഇതും ബ്രൂണറിന്റേതാണ്. സ്പൈറൽ ലേണിംഗ് എന്ന് പറയുന്നതും ആരുടെ സംഭാവനയാണ്? ബ്രൂണറിന്റേതാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് മൂന്നും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ആശയ സമ്പാദന മാതൃക ബ്രൂണർ, കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറിയിലാണ്, സ്പൈറൽ എന്നുള്ള ടേം കൂടി ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ബ്രൂണറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യമാണ് നൽകുന്നത്. ആ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ പറയുന്നു പ്രവർത്തന ഘട്ടം, ബി പറയുന്നു പ്രതിരൂപാത്മക ഘട്ടം, സി പറയുന്നു ബിംബന ഘട്ടം, അതുപോലെ തന്നെ ഡി പറയുന്നു ഉദ്ഗഹന ഘട്ടം എന്ന് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ജെറോം എസ് ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ വൈജ്ഞാനിക വികാസ ഘട്ടം നടക്കുന്നത് പ്രധാനമായിട്ടും ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഘട്ടം എന്ന് പറയുന്ന പ്രവർത്തന ഘട്ടം അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഇവിടെയുണ്ട്. ബിംബം, ഐക്കോണിക്, കാണുന്നു അല്ലെ, ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു, ഒരു വസ്തുവിനെ തൊടുന്നു, ദാറ്റ് ഈസ് അതാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. അടുത്തത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നതാണ് മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ജെറോം എസ് ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്.
പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഒരിടത്തും വന്നിട്ടില്ല. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ, മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ഘട്ടം പ്രവർത്തന ഘട്ടം. ജീൻ പിയാഷെയുടെ ഇന്ദ്രിയ ജാലക ഘട്ടത്തിന് സമാനമായിട്ട് ബ്രൂണർ പറഞ്ഞ ഘട്ടം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഏതെന്ന് പറയുന്ന പ്രവർത്തന ഘട്ടം. അപ്പൊ ജീൻ പിയാഷെയുടെ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞു എടുത്തിട്ടുണ്ട്. പാർട്ട് 1 LPSA റിവിഷൻ ചലഞ്ചിലുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും കായിക പ്രവർത്തനങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും കുട്ടി പഠിക്കുന്നു. അപ്പൊ കുട്ടി വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? കായിക പ്രവർത്തനങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും പഠിക്കുന്ന ഘട്ടമാണിത്. ഇന്ദ്രിയ ജാലക ഘട്ടത്തിന് സമാനമല്ലേ? കുട്ടി എഴുന്നേറ്റ് നിന്ന് നടന്നുപോയി ഒരു വസ്തുവിനെ തൊട്ടു നോക്കുന്നു, സ്പർശിച്ചു നോക്കുന്നു, പ്രവൃത്തി ചെയ്തു നോക്കുന്നു. ഇതിലൂടെയാണ് ആ ഘട്ടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവൃത്തിയിലൂടെ ആയതുകൊണ്ട് തന്നെയാണ് ബ്രൂണർ പ്രവർത്തന ഘട്ടം അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന പദം തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഘട്ടം ബിംബന ഘട്ടം എന്ന് പറയുന്നത് വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായ അനുഭവങ്ങളുടെ മാനസിക ബിംബങ്ങളിലൂടെയാണ്. ഇത് കേൾക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണ്ട. പ്രത്യക്ഷണത്തിന് വിധേയമാകുന്ന, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടു നോക്കുന്നു, ബസ് കാണുന്നു, സ്പർശിക്കുന്നു, കയറുന്നു, സഞ്ചരിക്കുന്നു, വന്നിട്ട് അച്ഛനോട് പറയുന്നു എനിക്ക് അതുപോലൊരു ബസ് വേണമെന്ന്, ബസ് വാങ്ങിത്തരുന്നു. ആ ബസ്സിനെ എന്താണ് യാഥാർത്ഥ്യ ബസ്സായിട്ട് കണ്ടുകൊണ്ട് കുട്ടി അത് കളികളിൽ ഏർപ്പെടുന്നു, മാനസിക ബിംബങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നു. ഇതിനെയാണ് ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്ന് ആര് പറഞ്ഞിരിക്കുന്നത്? ബ്രൂണർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ജീൻ പിയാഷെയുടെ ഏത് ഘട്ടത്തിന് സമാനമായിട്ടാണ് ബിംബന ഘട്ടം വരുന്നത്? സോ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഈ ഘട്ടത്തിൽ വസ്തുക്കൾ പദാർത്ഥത്തിന്റെ അഭാവത്തിലും ബിംബങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ യഥാർത്ഥ ബസ്, ഒരു യഥാർത്ഥമായിട്ടുള്ള ബസ്സിന് പകരം കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കൊടുത്താലും അതിനെ യഥാർത്ഥമായ ഒരു രൂപമായിട്ട് കണ്ടുകൊണ്ട് കാണാനുള്ള കഴിവ് മാർക്കുണ്ട് കുട്ടിക്ക് ഉണ്ട സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത് ബിംബന ഘട്ടം എന്ന് പറയുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് സിംബോളിക് സ്റ്റേജ്. സിംബോളിക് അവിടെ പറയുന്നുണ്ട് അല്ലെ, പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക്, ആ ടേമിൽ തന്നെ ഉത്തരമുണ്ട്. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വൈജ്ഞാനിക അനുഭവങ്ങൾ കുട്ടി സ്വീകരിക്കുന്നതും, കുട്ടി എന്ത് ചെയ്യുന്നു? കണ്ണുകൊണ്ട് കാണുന്നതും സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രതീകങ്ങൾ മുഖ്യമായും ഏത് രീതിയിലാണ്? പ്രതിരൂപാത്മക ഘട്ടത്തിൽ എത്തുമ്പോൾ കുട്ടി ഭാഷ വഴിയാണ്. അവിടെ ലാംഗ്വേജിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അപ്പൊ ബ്രൂണർ ഏത് ഘട്ടത്തിനാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്? പ്രതിരൂപാത്മക ഘട്ടത്തിൽ അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജിനാണ് എന്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത്? ഭാഷയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ജെറോം ബ്രൂണറുടെ അഭിപ്രായത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ വൈജ്ഞാനിക ഘടനയുടെ പ്രാതിനിധ്യ രൂപം ഏതാണ്? 1 ക്രിയാത്മക പ്രാതിനിധ്യം, 2 ബിംബാത്മക പ്രാതിനിധ്യം, 3 പ്രതിരൂപാത്മക പ്രാതിനിധ്യം, 4 ഇവയൊന്നുമല്ല. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരു വസ്തുവിനെ കാണുന്നതും അതിനെ കുറിച്ചൊക്കെ പറയുന്നു, ഭാഷയുടെ പ്രാധാന്യം അവിടെ വരുന്നുണ്ട്. അപ്പം എന്താണ്? പ്രതിരൂപാത്മക പ്രാതിനിധ്യത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു ജെറോം എസ് ബ്രൂണർ ഏജ് ഡിഫറൻസ് കൊടുത്തല്ല ഓരോ ഘട്ടങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കത് പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാം. കുട്ടി ആദ്യ സ്റ്റേജ് എത്തുമ്പോൾ എന്തായിരുന്നു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടും കണ്ടും ഇന്ദ്രിയ ജാലകങ്ങളിലൂടെയാണ് ആ കുട്ടി, സ്പർശനങ്ങളിലൂടെയൊക്കെയാണ് ആ കുട്ടി എത്തിച്ചേരുന്നത് എന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ആ കുട്ടി എന്ത് ചെയ്യുന്നു? താതാത്മ്യം പ്രാപിക്കുന്നതാണ് ബിംബഘട്ടം എത്തുമ്പോൾ അല്ലെ. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു കളിക്കോപ്പാണെങ്കിലും അത് യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മൂന്നാമതെത്തുമ്പോൾ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ആശയ രൂപവൽക്കരണം എന്ന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഘടകം ഇവയിൽ ഏത്? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ജെറോം എസ് ബ്രൂണറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഒന്ന് ഡിസ്കവറി ലേണിംഗും മറ്റൊന്ന് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയ രൂപവൽക്കരണം. അത് ഘടകത്തിൽ പെടാത്തത് ഏത്? ഇന്ദ്രിയ വേദനം, പ്രത്യക്ഷണം, വ്യാഖ്യാനം,
അതുപോലെ തന്നെ സാമാന്യവൽക്കരണം. ഇതിൽ ഏതാണ് ആൻസർ? വ്യാഖ്യാനമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഘടകമാണ് ഏത്? വ്യാഖ്യാനം. ഇന്ദ്രിയ വേദനമുണ്ട്, പ്രത്യക്ഷണമുണ്ട്, സാമാന്യവൽക്കരണം എന്ന് പറയുന്നതും ആശയ രൂപവൽക്കരണ പ്രക്രിയയിലെ ഘടകങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയും. ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ കുട്ടികളുടെ ചിന്തന ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ചിന്തന ഘട്ടത്തിൽ ഉൾപ്പെടാത്തതാണ് പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്നത്. കണ്ണും പൂട്ടി പോയി ആൻസർ ഒന്നും ചെയ്തു കൊടുക്കരുത്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു നോക്കണം. ഉൾപ്പെട്ടത്, ഉൾപ്പെടാത്തത് ഇങ്ങനെയൊക്കെ തരാം. അതപ്പോ ഉൾപ്പെടാത്തതാണെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വേണം ഓപ്ഷൻ എ വായിക്കാൻ. എ എന്താണ്? ഊഹനഘട്ടം. ബി പറയുന്നത് പ്രവർത്തന ഘട്ടം. സി പറയുന്നത് ബിംബന ഘട്ടം. ഡി പറയുന്നത് പ്രതിരൂപാത്മക ഘട്ടം. ഈ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഊഹനഘട്ടമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, ആശയ രൂപീകരണം. ബ്രൂണറുടെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടിയുടെ ആശയ രൂപീകരണം നടക്കുന്നത്, അല്ലെങ്കിൽ ആശയദാന മാതൃക അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പ്രകാരം ആശയം രൂപീകരിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്രൂണറിന്റെ തിയറിയിൽ ആ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് കുട്ടി ഒരു ആശയം രൂപീകരിക്കുന്ന സ്റ്റേജസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടിയുടെ കയ്യിൽ ഞാൻ കുറെ ബോൾ കൊടുക്കുന്നു, ചെറിയ ബോളുകൾ കൊടുക്കുന്നു. പല നിറത്തിലുള്ള ബോളുകളാണ് കൊടുക്കുന്നത്. പച്ച, നീല, ചുവപ്പ്, കറുപ്പ് എന്നിങ്ങനെ പല നിറത്തിലുള്ള ബോളുകൾ ആർക്ക് കൊടുക്കുന്നു? കുട്ടിക്ക് കൊടുക്കുന്നു. കുട്ടി ആദ്യം എന്ത് ചെയ്യുന്നു? നിരീക്ഷണം നടത്തുന്നു. നിരീക്ഷണം നടത്തിയതിന്റെ ഫലമായിട്ട് അവൻ എന്ത് ചെയ്തു? താരതമ്യപ്പെടുത്തുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ബോളുകളെ താരതമ്യപ്പെടുത്തുകയും മൂന്നാമത് അവൻ എന്ത് ചെയ്യുന്നു? അതിനെ തരംതിരിക്കുന്നു. ചുമപ്പ് നിറത്തിൽപ്പെട്ടവയെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവരുന്നു, പച്ചയെല്ലാം ഒരിടത്തേക്ക്. അവസാനം അവൻ എത്തിച്ചേരുന്നു. ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? മഞ്ഞ നിറത്തിലുള്ളതാണ്. ഒരു നിഗമനത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? അവസാനം എത്തിച്ചേരുന്നു അല്ലെ? ഏറ്റവും കൂടുതൽ ബോളുകൾ മഞ്ഞ നിറത്തിലാണ് എന്നുള്ള നിഗമനം, കുറച്ചുള്ളത് പച്ച നിറത്തിലാണെന്നുള്ള നിഗമനത്തിലും അവൻ എത്തിച്ചേരുന്നു. ഇതാണ് ആശയദാന മാതൃക പ്രകാരം ഒരു കുട്ടി ആശയ രൂപീകരണത്തിന്റെ ഘട്ടങ്ങൾ ആശയ രൂപീകരണത്തിന്റെ ഘട്ടങ്ങൾ. ആരുടെ അഭിപ്രായത്തിൽ? ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണത്തിന്റെ ഘട്ടങ്ങളെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഏതാകുന്നു? നിരീക്ഷണം. 2 എന്ന് പറയുന്നത് താരതമ്യം. 3 എന്ന് പറയുന്നത് തരംതിരിക്കൽ. 4 എന്ന് പറയുന്നത് നിഗമനത്തിൽ എത്തിച്ചേരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർഡർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുന്നു? പരീക്ഷയ്ക്ക് ചോദിച്ചു പോകുന്നു. നിരീക്ഷിക്കുന്നു, താരതമ്യപ്പെടുത്തുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു, ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? നിഗമനത്തിൽ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ? ആശയ രൂപീകരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു കൂട്ടം വസ്തുക്കൾക്കുള്ളിൽ സജാതീയങ്ങൾ, അവന്റെ തിയറിറ്റിക്കൽ വെർഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. സജാതീയങ്ങളും വൈജാതീയങ്ങളുമായി ദർശിക്കുന്ന കുട്ടിക്ക് സമാനതയുള്ളവയെ ഒരു കൂട്ടമായും അല്ലാത്തവയെ മറ്റൊരു കൂട്ടമായും തിരിക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് വസ്തുക്കളുടെ സവിശേഷതകൾ നിരീക്ഷിക്കുന്നു അല്ലെ? ആദ്യം എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊടുക്കുകയും ഇതിനെ കുട്ടി എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ചെയ്യുന്നു അല്ലെ? ഒരുമിച്ചുള്ളവയെ ഒന്നാക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ളവയെ മറ്റൊരു ഗ്രൂപ്പുമാക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സസ്യങ്ങളും കൊടുക്കുന്നു, ജന്തുക്കളും കൊടുക്കുന്നു. കുറെ പിക്ചേഴ്സ് കൊടുക്കുകയാണ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെ. ആദ്യം കുട്ടി എന്ത് ചെയ്യുന്നു? സസ്യങ്ങളെല്ലാം ഒരിടത്തേക്ക് മാറ്റുന്നു, ജന്തുക്കളെയെല്ലാം മറ്റൊരിടത്തേക്ക് മാറ്റാനും കുട്ടി പഠിക്കുന്നു. ഇനി വസ്തുക്കളുടെ സവിശേഷതകൾ നിരീക്ഷിക്കുന്നു. ഇനി ഇതെല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? അതിൽ വള്ളിച്ചെടികളുണ്ട്, വലിയ മരങ്ങളുണ്ട്, ചെറുതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുന്നതിലൂടെയാണ് സാധിക്കുന്നത്. കുട്ടി ഇത് താരതമ്യപ്പെടുത്തുന്നു. ആദ്യം ഓരോ കൂട്ടത്തിന്റെയും പൊതു സ്വഭാവം വിവരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അതേക്കുറിച്ച് ചില നിഗമനങ്ങൾ രൂപീകരിക്കാനും കുട്ടിക്ക് കഴിയുന്നു. ഇങ്ങനെയാണ് ബ്രൂണറിന്റെ കാഴ്ചപ്പാടിൽ ആശയ രൂപീകരണം എന്ന് പറയുന്നത് നടക്കുന്നത്. തന്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ച് കുട്ടി ആശയങ്ങൾ രൂപീകരിക്കുന്നത് മേൽ പറയുന്ന രീതിയിലാണ്. അപ്പൊ ഒരു കൂട്ടം വസ്തുക്കൾക്കുള്ളിൽ സജാതീയങ്ങളും വൈജാതീയങ്ങളുമായി ദർശിക്കുന്ന കുട്ടി സമാനതയുള്ളവയെ ഒരു കൂട്ടമാക്കുകയും അല്ലാത്തവയെ മറ്റൊരു കൂട്ടമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി ഈ പറയപ്പെട്ട വസ്തുക്കളുടെ സവിശേഷതകൾ നിരീക്ഷിക്കുന്നതിലൂടെയും താരതമ്യം ചെയ്യുന്നതിലൂടെയും കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? പഠനം നടത്താൻ കഴിയുന്നു. ആദ്യം ഓരോ കൂട്ടത്തിന്റെയും പൊതു സ്വഭാവം കുട്ടി വിവരിക്കുന്നു. പിന്നീട് അതേക്കുറിച്ച് ചില നിഗമനങ്ങൾ രൂപപ്പെടുത്തുന്നു.
സസ്യങ്ങളിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു വള്ളിച്ചെടികളും വലിയ മരങ്ങളും ഒക്കെ തന്നെ നമ്മൾ കൊടുത്ത പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിനെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ വള്ളിച്ചെടികൾക്ക് വളരണമെങ്കിൽ എന്ത് വേണം, മറ്റൊരു വൃക്ഷത്തെ അല്ലെങ്കിൽ മറ്റൊരു ചെറിയ സസ്യത്തെയോ വൃക്ഷത്തെയോ ഡിപ്പെൻഡ് ചെയ്യണം തുടങ്ങിയ രീതിയിലുള്ള നിഗമനങ്ങൾ കൂട്ടി രൂപീകരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഒരു ആശയത്തിന് 5 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ആശയത്തിന്റെ പേര്, ഒന്നുമില്ല പഠിക്കാൻ, ആശയത്തെ കുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് പേരെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ വള്ളിച്ചെടികൾ, കാറ്, ബസ് ഇതൊക്കെ തന്നെയാണ് പേര് എന്ന് പറയുന്നത്. നദി, ദ്വീപ്, ത്രികോണം, പൂവ്. അടുത്തത് ആശയത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ. എന്താണ് ദൃഷ്ടാന്തങ്ങൾ? ശരിയായ ഉദാഹരണവും തെറ്റായ ഉദാഹരണവും അടങ്ങുന്നതാണ് അല്ലെ. ഉദാഹരണം സഹിതമായിരിക്കും കുട്ടി വിവരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് വള്ളിച്ചെടികൾ, വലിയ വൃക്ഷങ്ങൾ, അപ്പൊ അതിനൊക്കെ കുട്ടി ഉദാഹരണം വെച്ചാണ് മുന്നോട്ട് പറയുന്നത്. ആശയത്തിന്റെ സവിശേഷതകൾ, ആട്രിബ്യൂട്ട്, ഓരോ കുട്ടി കണ്ടെത്തിയ ഓരോ ആശയത്തിനും വർഗീകരിച്ചത്, അതിന് ആ കുട്ടി ആശയങ്ങളെ വർഗീകരിക്കപ്പെട്ടത് ഒരു സവിശേഷതയുണ്ട് കുട്ടിയുടെ മനസ്സിലേക്ക് വന്ന ആ സവിശേഷതയുടെ അടിസ്ഥാനത്തിലാണ് കുട്ടി വർഗീകരിക്കപ്പെട്ടത്. ഇപ്പൊ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ചിത്രങ്ങൾ മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തപ്പോൾ കുട്ടി അതിന് വർഗീകരിക്കപ്പെട്ടത് ഒരു സവിശേഷത കണ്ടിട്ടാണ് വർഗീകരിക്കപ്പെട്ടത്. അതാണ് ആശയത്തിന്റെ സവിശേഷതയായിട്ട് ഇവിടെ പറയുന്നത്. നാലാമത്തത് സവിശേഷതകളുടെ മൂല്യം, ആട്രിബ്യൂട്ടീവ് വാല്യൂ. സവിശേഷതകളെ സാധൂകരിക്കുന്നതും നിഷേധിക്കുന്നതുമായ മൂല്യങ്ങളുണ്ട്. ചിലപ്പോൾ കുട്ടി കണ്ടെത്തിയത് ശരിയാകണമെന്നില്ല, അത് തെറ്റാകാം. അപ്പൊ അതിനെക്കുറിച്ച് സാധൂകരിക്കുന്നതും നിഷേധിക്കുന്നതുമായ മൂല്യങ്ങൾ ഉണ്ടാകാം. ആശയത്തിന്റെ നിയമം, റൂള്, സാമാന്യവൽക്കരണം നടത്തി ആശയത്തെ നിർവചിച്ചിരിക്കുന്ന രീതി അല്ലെ. കുട്ടി അവസാനം എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഡിൽ എത്തിച്ചേരുന്നു, ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ആ സാമാന്യവൽക്കരണം നടത്തിയ ആശയങ്ങളെ നിർവചിക്കുന്ന രീതിയുമുണ്ട്. ഇങ്ങനെ 5 ഘട്ടങ്ങളിലൂടെയാണ് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ഒരു ആശയം ത്തിന്റെ ഘട്ടമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറൽ രീതി എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ സൊസൈറ്റിയിൽ സംബന്ധിച്ചിടത്തോളം ജെറോമസ് ബ്രൂണറുടെ തിയറിക്ക് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൽ സ്പൈറൽ ലേണിംഗ് രീതി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതുമാണ്. വിദ്യാഭ്യാസത്തിൽ ചാക്രിക ആരോഹണ രീതി എന്ന ആശയം മുന്നോട്ട് വച്ചത് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ച തെറ്റിക്കൽ എന്റെ പിള്ളേരെ, ആരാണ് ചാക്രിക ആരോഹണ രീതി മുന്നോട്ട് വെച്ചത്? ജെറോമസ് ബ്രൂണർ ആണ്. ഞാൻ ഇത് വരച്ചതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്താണ് ചാക്രിക ആരോഹണ രീതി എന്ന് നമുക്ക് പഠിക്കാം. കുട്ടിക്ക് നൽകുന്ന പഠനാനുഭവങ്ങൾ ഓരോ ഘട്ടത്തിലും അനുയോജ്യമാണ് എന്ന് ഉറപ്പുവരുത്തണം. ആദ്യം പറയുന്നു, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന പഠനാനുഭവമാണോ നമ്മൾ നൽകുന്നതെന്ന് അധ്യാപകൻ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിരിക്കണം. വികസനം ഒരു അനുസൂത പ്രക്രിയ ആയതിനാൽ അല്ലെ, കുട്ടിയുടെ വൈകാരിക ബോധം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് അനുസൂതമായ പ്രക്രിയ ആയതിനാൽ ഓരോ ഘട്ടത്തിലേക്കും അനുയോജ്യമായ പാഠ്യവസ്തുക്കളായി ക്രമീകരിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിയെ ഹരണം, 1-ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടിയെ നമ്മൾ ആദ്യം ഹരണം പഠിപ്പിക്കുമോ? ഇല്ല. ആദ്യം നമ്മൾ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ചെറിയ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നു അല്ലെ. എന്നിട്ട് ഗുണനം പഠിപ്പിക്കുന്നു അല്ലെ. അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ ഗുണനത്തിലേക്ക് പോകുന്നു. അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുന്നു, ഹരണത്തിലേക്ക് പോകുന്നു. ഇതാണ് ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്നത്. ചെറുതിൽ നിന്നും വലുതിലേക്ക് കടന്നു പോകുന്നു. അതിനുശേഷമാണ് അവസാനം 7-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടി ബീജഗണിതം എന്താണെന്ന് വരെ പഠിക്കുന്നത്. അപ്പൊ വികസനം ഒരു കണ്ടിന്യൂസ് പ്രക്രിയ ആയതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യാം, അനുയോജ്യമായ പാഠ്യവസ്തുക്കളായി ക്രമീകരിച്ച് വേണം കുട്ടിക്ക് പഠനം നടത്താൻ കഴിയുമെന്നും ആര് പറഞ്ഞു, ബ്രൂണർ പറഞ്ഞു. ഇനി ബ്രൂണറിന്റെ കൺസെപ്റ്റ് അതുപോലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പാഠ്യവസ്തുക്കളെ സ്പൈറൽ രീതിയിൽ ക്രമീകരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഗണിതത്തിലെ ആ പാഠ്യവസ്തുക്കൾ എന്ന് പറയുന്ന സ്പൈറൽ രീതി ക്രമീകരിച്ചു. കുട്ടിയുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും പിന്നെ നമ്മൾ ഗുണിക്കാനും ഹരിക്കാനും ഇത് ഓരോ ഘട്ടം ഘട്ടമായി ക്രമീകരിക്കുന്നു. അതുവഴി ഒരു യൂണിറ്റിനെ തന്നെ ക്രമീകൃതമായ ഘട്ടങ്ങളായി തിരിച്ച് അനുയോജ്യമായ പഠനാനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കാൻ കുട്ടിക്ക് കഴിയുമെന്നാണ് ആര് അവകാശപ്പെട്ടത്, ബ്രൂണർ അവകാശപ്പെട്ടത്. അപ്പൊ ഇതുവഴി എന്ത് സംഭവിക്കുന്നു, ക്രമീകൃതമായ ഘട്ടങ്ങളായി തിരിക്കുവാനും അനുയോജ്യമായ പഠനാനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കുവാനുമാണ് കഴിയുന്നത്. ഇതാണ് നമ്മുടെ ജെറോമസ് ബ്രൂണറിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് ലേണിംഗ്, ഡിസ്കവറിംഗ് മെത്തേഡ്, അതുപോലെ തന്നെ സ്പൈറൽ രീതി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിനെ 3ആയിട്ടാണ് അദ്ദേഹം ഡിവിഷൻ ചെയ്തത്. ഏജ് ബേസ്ഡ് ഡിവിഷൻ ചെയ്തിട്ടില്ല എന്ന് കൂടി ഓർക്കുക. അവിടെ ക്ലാസിഫിക്കേഷൻ ഓർക്കുക, നമ്മൾ പരീക്ഷിക്കും. അതായത് പിയാഷെയുടെ
ഘട്ടവും ബ്രൂണറിന്റെ ഘട്ടവുമായി താരതമ്യപ്പെടുത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നോക്കിയിട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.